മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു മറുപടിയാണ് കേരളത്തിലെ ജനങ്ങൾ വളരെ ശക്തമായി കണ്ടത്. അത് തീർച്ചയായിട്ടും വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ സംശയമാണ്. കൊല്ലം പിടിച്ചാൽ കേരളം പിടിക്കും, അത് യാതൊരു സംശയവുമില്ല. കൊല്ലത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വോട്ടർ പട്ടികയിലെ പേരുകൾ ചേർക്കുന്ന കാര്യത്തിലായി SIR-മായി എല്ലാ തലങ്ങളിലും നേതാക്കന്മാർക്ക് കാണുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി APC യോഗങ്ങളെ ശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ഈ കൊല്ലം കോർപ്പറേഷൻ ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാലിന്യ പ്രശ്നങ്ങൾ, കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ ഈ തെരുവുനായ ശക്തി. പക്ഷെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല. അതൊന്നും അവരത് സീരിയസ് ആയിട്ട് എടുക്കുന്നേയില്ല. UDF-ന്റെ സംസ്ഥാന തലത്തിന് പ്രവർത്തന പദ്ധതിയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, UDF അധികാരത്തിലാണ് കേരളത്തിൽ ഒരു തെരുവ് നയങ്ങൾ ഉണ്ടാക്കുക. മനുഷ്യന് ആളുകൾക്ക് റോഡേ ഇറങ്ങി മനസ്സമാധാനത്തോട് നടക്കാൻ കഴിയുക, അതൊക്കെ ആയിരിക്കും പ്രാധാന്യത്തോടു കൂടി നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടിയുടെ തന്നെ ഒരു നിരീക്ഷണം ഈ കോർപ്പറേഷൻ അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉടനടി സമയബന്ധിതമായി നടപ്പിലാക്കി ഒരു വികസിത നഗരമായി കൊല്ലം കോർപ്പറേഷനെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു നഗരമാക്കി മാറ്റുമെന്നുള്ളതാണ് ശിവകുമാർ മുൻ മന്ത്രി കൂടിയായ ശിവകുമാർ ക്യാമറമാൻ രഞ്ജിത്ത്, മനോരമ ന്യൂസ്.